മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദുഃഖവെള്ളി. ലോകം മുഴുവനും ക്രൂശിതനായ ഈശോയിലേക്ക് നോക്കി ദുഃഖത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലും കഴിച്ചുകൂട്ടുന്ന ദിവസമാണല്ലോ പീഡാനുഭവ വെള്ളി. കുറ്റക്കാരനല്ലാത്ത ഈശോയെ കുറ്റക്കാരനായി വിധിച്ച് കുരിശിലേറ്റിയത് കണ്ട് പ്രപഞ്ച ജനത നടുങ്ങി പകച്ച് പള്ളകെട്ടി നിൽക്കുമ്പോൾ അതാ കുരിശിൽ നിന്നും ദയനീയമായൊരു സ്വരം, ആത്മനിർവൃതിയുടെ സ്വരം. അതെ പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന സ്വരം. ഈശോ 40 ദിനരാത്രങ്ങൾ എല്ലാ ബഹളങ്ങളിലും ഒച്ചപ്പാടുകളിൽ നിന്നും അകന്ന് മരുഭൂമിയിൽ പ്രവേശിച്ച് ദൈവത്തോടൊത്ത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകി ജീവിച്ച ശേഷം കൂടുതൽ ആത്മീയ ഉണർവോടെ തിരിച്ചു വന്ന് പീഡാസഹനത്തിലൂടെ കടന്നുപോയി മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തതിൻ്റെ ഓർമ്മ ഈ 50 ദിവസക്കാലം നാം അനുസ്മരിക്കുകയായിരുന്നത്. സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ഈശോ 12 ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി അരുളി ചെയ്തു, മനുഷ്യപുത്രൻ പ്രധാന ആചാര്യന്മാരുടെയും നിയമജ്ഞരുടെയും മുൻപിൽ നിൽക്കപ്പെടും. അവർ അവനെ മർദ്ദിക്കുകയും പരിഹസിക്കുകയും തുപ്പുകയും അവസാനം വധിക്കുകയും ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ ശിഷ്യന്മാർ ഇതൊന്നും ഗ്രഹിച്ചില്ല എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഈശോ പറഞ്ഞത് ഗ്രഹിക്കുവാൻ മാത്രം ശിഷ്യന്മാരുടെ ഹൃദയം രൂപപ്പെട്ടിരുന്നില്ല, പരിവർത്തനപ്പെട്ടിരുന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ നാം ഈ കഷ്ടാനുഭവ നാളുകളിലൂടെ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ നാം കടന്നുപോയി നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കുകയായിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാത്രമല്ല, ദാനധർമ്മങ്ങളിലൂടെ നാം നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുകയായിരുന്നു. ഒറ്റിക്കൊടുത്തവനെ സ്നേഹിക്കുകയും തള്ളിപ്പറഞ്ഞവനെ താക്കോൽ കൊടുക്കുകയും ചെയ്തവനാണ് നമ്മുടെ ഈശോ. അങ്ങനെ ശത്രു സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ ഈശോ മുറിവേറ്റവനാണ്. മുറിവേറ്റവന് മാത്രമേ മുറിവുകളോട് സംസാരിക്കാൻ സാധിക്കൂ. മുറിവേറ്റവന് മാത്രമേ മുറിവുകളുടെ ആഴം യഥാർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അന്ന് വെള്ളിയാഴ്ച 3 മണിക്ക് ഈശോ, ദൈവമേ, എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ജീവൻ വെടിഞ്ഞു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കും നമ്മുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളുമെല്ലാം ഈശോയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്നവയിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടെന്നും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്നും മനസ്സിലാക്കി സഹനങ്ങൾ സമചിത്തത പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ശിഷ്ടജീവിതം പ്രാർത്ഥനയിലും പരിഹാര പ്രവർത്തനങ്ങളിലും മുഴുകി ദൈവത്തോടൊപ്പമായിരുന്നുകൊണ്ട് സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും നമ്മുടെ കൈകളിൽ ഏറ്റുവാങ്ങി പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങളിലൂടെ കൈത്താങ്ങായി ജീവിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും നമ്മുടെ ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നയിക്കുവാനും ഒപ്പം നമുക്കുള്ളതെല്ലാം സമയവും ആരോഗ്യവും എല്ലാം മറ്റുള്ളവർക്കായി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാനും നല്ലവനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗതമാകുന്ന ഈ ഉത്ഥാനത്തിൻ നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.